വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് നിലമ്പൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ 2 മാസക്കാലമാണ് ഷോപ്പിംഗ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി നമ്മൾ ആദ്യം ഞങ്ങൾ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അല്ല, പാട്ടോത്സവം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പാട്ടോത്സവം. ഇല്ല, എല്ലാം ഒരേ ലൈൻ തന്നെയാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതിയാണ്. നേരത്തെ പാട്ടോത്സവം ടൂറിസം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ പാട്ടോത്സവം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആവും. അല്ല, പാട്ടോത്സവം ടൂറിസം ഫെസ്റ്റിവൽ അതേപടി തന്നെ ജനുവരി 9 മുതൽ തീർച്ചയായും ജനുവരി അല്ല ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെയാണ് നടക്കുന്നത്. അത് വേറെ ആയിട്ട് നമ്മളെ എല്ലാ കച്ചവടക്കാരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. വളരെ കുറച്ച് പേരെ 5-10 ആൾക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ. വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നിലമ്പൂരിലേക്ക് മുള വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട് വിദേശികളും അന്യസംസ്ഥാനക്കാരുമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ ഉപഭോക്താക്കൾ എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലമ്പൂർ ചന്തക്കുന്ന് ടൗണുകളിൽ വ്യാപാര രംഗത്ത് മാന്ദ്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിന്റെ വ്യാപാര രംഗത്തുള്ള നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കുവാൻ KVVES നിലമ്പൂർ യൂണിറ്റ് ആവിഷ്കരിച്ചിരിക്കുന്ന ബിസിനസ് പ്രൊമോഷൻ സ്കീം നിലമ്പൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടി KVVES മലപ്പുറം ജില്ലാ പ്രസിഡന്റ് P. കുഞ്ഞാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ യൂണിറ്റ് മെമ്പർമാർക്ക് മാത്രമായി നടപ്പിലാക്കുന്ന ബിസിനസ് പ്രൊമോഷണൽ സ്കീം 1-ാം സമ്മാനമായി ബമ്പർ സമ്മാനം 3 നാനോ കാറും, 2-ാം സമ്മാനമായി 3 ലാപ്ടോപ്പും, 3-ാം സമ്മാനമായി LCD TV 3 പേർക്കും നൽകും. കൂടാതെ ദിവസേന നറുക്കെടുപ്പിലൂടെ ഓരോ സ്വർണ്ണ നാണയങ്ങളും മറ്റ് നിരവധി സമ്മാനങ്ങളും നൽകുന്നുണ്ട്. നിലമ്പൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സ്കീമിനോടനുബന്ധിച്ച് വ്യാപാരികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന കൂപ്പൺ വിതരണോദ്ഘാടനം പ്രസ്തുത ചടങ്ങിൽ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ TVയിൽ ചേർത്ത വാർത്താസമ്മേളനത്തിൽ K. നൌഷാദ്, വിനോദ് P. മേനോൻ, PV സനിൽകുമാർ, മുഹമ്മദ് ഇക്ബാൽ, K. സഫറുള്ള, K. ഇഫ്തിഖറുദ്ദീൻ, ഷൈജു, ജോർജ് തോമസ്, ഷൗക്കത്ത് അലി, ജംഷീദ് എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം മാനിക്കാതെ ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. വേതന പരിഷ്കരണ കാലാവധി കഴിഞ്ഞിട്ടും കൂലി പുതുക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചിട്ടുള്ളത്. നിരവധി തവണ സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി യൂണിയനുകളുടെയും തോട്ടം ഉടമ സംഘങ്ങളുടെയും സംയുക്ത ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമാകാത്തതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി 28 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നു. സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തൊഴിൽ മന്ത്രി ഇടപെട്ട് 28-ന് തന്നെ ചർച്ച നടത്താമെന്നും തീരുമാനമായില്ലെങ്കിൽ 30-ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ തുടരാമെന്നുമുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വം സമരം പിൻവലിക്കുവാൻ തീരുമാനിച്ചത്. ട്രേഡ് യൂണിയനുകൾ കഴിഞ്ഞ ദിവസം സമരത്തിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ നിരവധി തവണ ചർച്ചകൾ നടന്നിട്ടും തീരുമാനമാകാത്തതിൽ തൊഴിലാളികൾ യൂണിയൻ നേതൃത്വത്തിന്റെ തീരുമാനം തള്ളുകയായിരുന്നു. പുല്ലങ്കോട് എസ്റ്റേറ്റിലെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രാദേശിക നേതൃത്വം സമരം ചെയ്യുവാൻ തീരുമാനിച്ചത്. തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കാതെ തീരുമാനിച്ച സമരത്തിൽ നിന്ന് പുറകോട്ടു പോയ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമാണ് തൊഴിലാളികൾ നടത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ പ്രാദേശിക നേതൃത്വത്തിന് സമരം നടത്തുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി. റബ്ബർ വിലയിൽ വൻ മുന്നേറ്റമുണ്ടായിട്ടും കൂലി പുതുക്കാത്തതിനാൽ തൊഴിലാളികൾ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ വൻകിട റബ്ബർ, തേയില, ഏലം എന്നീ തോട്ടം മേഖലയിലാണ് വേതന പരിഷ്കരണ ചർച്ചകൾ നടന്നുവരുന്നത്. സംസ്ഥാനത്ത് എല്ലാ യൂണിയനുകളും സമരരംഗത്ത് നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞാണ് തൊഴിലാളികൾ സമരത്തിൽ ഉറച്ചു നിൽക്കുന്നത്. നിയമവിരുദ്ധമായാണ് സമരം നടത്തുന്നതെന്ന് കാണിച്ച് തൊഴിലാളി യൂണിയനുകൾക്ക് മാനേജർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തൊഴിലാളികൾ എസ്റ്റേറ്റിനുള്ളിൽ പ്രകടനം നടത്തി. എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടത്തിലും ഓഫീസിന് മുന്നിലും ഫാക്ടറിക്ക് മുന്നിലും തൊഴിലാളികൾ കൊടികെട്ടിയിട്ടുണ്ട്. കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വികാരം മനസ്സിലാക്കി നേതൃത്വം സമരം അംഗീകരിച്ചിരിക്കുകയാണ്. സമരത്തിന് മുന്നോടിയായി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി N.A. കരീം ഉദ്ഘാടനം ചെയ്തു. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി P.T. ഉമർ, CPI ജില്ലാ കമ്മിറ്റി നേതാവ് മാനിരി ഹസൻ, മുസ്ലിം ലീഗ് നേതാവ് KTC, PLC യൂണിയനു വേണ്ടി
EK അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. A. സലീം ബാബു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ P. ഹസൻ അധ്യക്ഷത വഹിച്ചു. മുതലാളിമാരുടെ സംഘടനയുടെ വൈസ് ചെയർമാൻ കമ്പനിയുടെ ജനറൽ മാനേജർ ആയതിനാൽ പുല്ലങ്കോട് നടക്കുന്ന സമരം സംസ്ഥാനത്ത് തന്നെ ചലനം സൃഷ്ടിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. വണ്ടൂർ ഉപജില്ലാ അറബിക് കലോത്സവത്തിൽ 12ാം തവണയും ഓവറോൾ കിരീടം കരുവാരകുണ്ട് ദാർനജാത്ത് ഓർഫനേജ് UP സ്കൂളിന് 12 വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ് വിദ്യാലയത്തെ വിജയത്തിലെത്തിച്ചത്. ഞങ്ങൾക്ക് തുടർച്ചയായി 12ാം തവണയാണ് അറബിക് കലോത്സവത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ടുള്ളത്. ഞങ്ങളുടെ അറബി സാർമാരായ സക്കീർ സർ, മൂസ സർ അവരൊക്കെ കഠിന പരിശീലനം നൽകിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ആയത്. പിന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും പഠനകാര്യങ്ങളിലും എങ്ങനെയൊക്കെയാണോ മുൻതൂക്കം നൽകുന്നത് അതുപോലെ തന്നെ അറബിക് കലാമേളകളിലും നന്നായിട്ട് പരിശ്രമിക്കും. UP വിഭാഗം അറബിക് കലോത്സവം കരുവാരകുണ്ട് ദാർനജാത്ത് ഓർഫനേജ് സ്കൂളിന്റെ കുത്തകയായി മാറിയിരിക്കുകയാണ്. 12 വർഷം തുടർച്ചയായി കിരീടം നേടിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. വാണിയമ്പലത്ത് നടന്ന കലോത്സവത്തിൽ 57 പോയിന്റ് നേടിയാണ് വിദ്യാലയം 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 53 പോയിന്റ് നേടി ചെറുകോട് KMM AUP സ്കൂൾ 2ാം സ്ഥാനത്തെത്തി. സംഭാഷണം, പദ്യം ചൊല്ലൽ, പ്രസംഗം, മോണോ ആക്ട്, സംഘഗാനം, വിവർത്തനം എന്നിവയിൽ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അറബി കലോത്സവത്തിന് പുറമെ പുല്ലങ്കോട് നടന്ന ശാസ്ത്രമേളയിൽ UP വിഭാഗത്തിൽ ഈ വിദ്യാലയത്തിനാണ് ഓവറോൾ 2ാം സ്ഥാനം. അറബി അധ്യാപകരായ സക്കീർ, മൂസ എന്നിവരുടെ കഠിന പരിശ്രമമാണ് കിരീടം നിലനിർത്തുവാൻ സഹായകമായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മികച്ച പ്രവർത്തനങ്ങൾക്ക് എന്നും മാതൃകയായ ദാർനജാത്ത് ഓർഫനേജ് സ്കൂൾ വിദ്യാലയങ്ങൾ മാതൃകയാണ്. ചില്ലറ വ്യാപാര രംഗത്ത് ഇന്ത്യയിൽ വിദേശ കുത്തകകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കും തീരുമാനത്തിനുമെതിരെ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നാളെ കടകൾ പരിപൂർണമായി അടച്ച് സമരം നടത്തും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുക്കാസ്. സ്വർണ്ണവില ഗ്രാമിന് 2670 രൂപ, പവന് 21,360 രൂപ, വെള്ളിവില ഗ്രാമിന് 56 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുക്കാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റു മരിച്ചു. കരുളായി മൈലമ്പാറ തെക്കേമുണ്ട സ്വദേശി കല്ലേന്തോടൻ ഹംസയാണ് മരണമടഞ്ഞത്. വെടിയേറ്റത് വേട്ടയ്ക്ക് ഉപയോഗിച്ചു എന്ന് കരുതുന്ന തോക്കിൽ നിന്ന്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കുളമ്പ് രോഗം വ്യാപകമാവുന്നു. 40 സെന്റ് മരുതങ്ങാട് ഭാഗങ്ങളിൽ 50ഓളം കന്നുകാലികൾക്ക് കുളമ്പ് രോഗബാധ. പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ പണിമുടക്ക് തുടങ്ങി. കാലാവധി കഴിഞ്ഞും കൂലി പുതുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.